Why talking to these guys? These are all bad boys. You know something? His father is a Christian and mother is a Muslim. That's why he became an idiot. ഇത് മാക്കാതെ എങ്ങനെ ചെറുതാക്കും? God. God. ആ God ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ? തമാശയല്ല God, സീരിയസ് ആയിട്ട് ചോദിച്ചതാ. ലോകത്തിലെ ഏറ്റവും വലിയ തമാശ നീ ഇപ്പൊ ചോദിച്ചേ. ഈ ചോദ്യം ഞാൻ പറയുന്ന 2 പേരോട് നീ പോയി ചോദിക്കേ, ഉത്തരം കിട്ടും. ഓ ഇല്ലടാ, പോയി അവൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല. ശരി, എന്നാലും വരാം. ബോബി അടി ദുബായിന്ന്. അവൻ്റെ കല്യാണമാണ് അടുത്ത മാസം. റിസപ്ഷൻ ഇവിടെ നമ്മുടെ റാവീസിൽ വെച്ചാ. അവിടെയൊക്കെ വെച്ച് കല്യാണം നടത്തേണ്ടതായിരുന്നു എൻ്റെ. നല്ല ബീഫ് ഫ്രൈയും നല്ല കള്ളപ്പും വൈനൊക്കെ ആയിട്ട്. നീ ഞങ്ങളുടെ നസ്രാണികളുടെ കല്യാണം വല്ലതും കൂടിയുണ്ടോടി? ഇതൊരുമാതിരി ഷാപ്പിലെ കല്യാണം പോലെ ഉണ്ടല്ല. നിങ്ങൾ മലബാറിലെ കല്യാണം കണ്ടിനാ? നല്ല അൽസയും മുട്ടമാലയും പോത്തിറച്ചിന്റെ ബിരിയാണിയും ഒരാഘോഷം തന്നെയാ. എന്റെ ഒരു യോഗ അപ്പാ. അപ്പാ, God ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ? മുസ്ലിം. അതിലിപ്പോ എന്താ ഒരു സംശയം? പിന്നെ ക്രിസ്ത്യനാടാ മോനെ. ഏതെങ്കിലും ഒന്ന് പറ. നീ എവിടെ ഇരുന്നേ? വേണ്ട, ആദ്യം പറ. നീ ഇവിടെ ഇരിക്കടാ. ആണ്ടേ, നിനക്കിഷ്ടപ്പെട്ട തണ്ണിമത്തൻ. ഇജന്റെ കൂടെ 10 കൊല്ലായിലടി ജീവിക്കുന്നു, ഇപ്പോഴും ബത്തക്ക തണ്ണിമത്തൻ. പേരെന്തായാലും എന്താ സാധനം ഒന്നല്ലേ? ഓ, പറയപ്പാ. ഇതെന്നാടാ ഇത്? വാട്ടർമെലൺ. അവിടെ നാട്ടിൽ എന്നാ പറയുന്നത്? തണ്ണിമത്തൻ. വിവരമില്ലാത്ത നിന്റെ ഉമ്മച്ചി എന്നാ പറയുന്നത്? പേര് പലതാന്നേലും ടേസ്റ്റ് ഒന്ന് തന്നെയല്ലയോ? ഇതുപോലെ തന്നെയാടാ ദൈവം. എല്ലാവർക്കും ഒന്ന് തന്നെയാ. പിന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നൊക്കെ വിളിക്കുന്നു മാത്രം. അപ്പൊ ഈ ഗോഡിന്റെ ടേസ്റ്റ് എന്താ? എന്നാ അപ്പയെ പറഞ്ഞ പിള്ളേരൊന്നും വേണ്ടാന്ന്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയി പഠിച്ചടാ. പഠിക്കാനല്ലേ ചോദിക്കുന്ന? പറ. പല പേരുള്ള തണ്ണിമത്തന് ഒരേ ടേസ്റ്റ് അല്ലേ? അതുപോലെ പല പേരുള്ള ഗോഡിന്റെ ടേസ്റ്റ് എന്താന്ന്? ലവ് ഈസ് ദ ടേസ്റ്റ് ഓഫ് ഗോഡ്. മനസ്സിലായോ? ഇല്ല. എന്നാടി കളിക്കുന്നേ? നിനക്കിപ്പോൾ എങ്ങനെയാടാ പറഞ്ഞു തരുന്നത്? നീ ഇപ്പോൾ എന്നെ അങ്ങനെ കുരുത്തക്കേട് ചെയ്തു എന്ന് വെച്ചോ. അപ്പോൾ നിന്നെ ഞാൻ അടിക്കാതെ വളരെ സ്നേഹത്തോടെ വന്നിട്ട് പറയുക, റീനു മോനെ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ നീ ആ കുരുത്തക്കേട് കാണിക്കൂ. അങ്ങനെ സ്നേഹത്തോടെ അടിക്കാതെ വന്ന് പറയുന്നത് എന്നാ കൊണ്ടാണെന്നറിയാവോ? ദൈവം അപ്പനിൽ പ്രവർത്തിക്കുന്നോണ്ടാ. ആ സ്നേഹമാണ് ദൈവം. ഇപ്പൊ മനസ്സിലായോ? അപ്പാച്ചിനെ ആർക്കും പലർക്കും ഇവിടെ വിലയില്ലടാ പുത്തേ. സത്യമല്ല, കോളിമ്പൽ അടിച്ചതാ. ഇനി നേരത്തെ നടന്നു ഉറങ്ങണേ, അല്ലെങ്കിൽ അപ്പം നേരത്തെ നടന്നു ഉറങ്ങും. കഴിച്ചോ. റയാൻ ഫിലിപ്പിന്റെ വീടല്ലേ? അതെ. ആരാ? ഞാൻ ജോൺ കുഴിയകത്ത്. ഡെസിമലിന്റെ അപ്പനാ. വൈകിട്ട് സ്കൂളിൽ വെച്ച് എന്റെ മകനെ എന്താ ചെയ്തെന്നറിയോ? ഇതിനൊരു തീരുമാനമാവാതെ ജോൺ അടങ്ങിയല്ല. നമ്മളെ കൊച്ചിന്റെ പുറകെ പെൻസിൽ കുത്തിക്കാച്ചായി. ഇതിപ്പോ നാളെ സ്കൂളിൽ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവനെ നടക്കാൻ പോലും പറ്റിയിട്ടില്ല. കൊച്ചിനെ വളർത്തുന്നത്
അയ്യോ ദൈവമേ, പെട്ടെന്ന് വരണേ, ഇവിടെ പ്രവർത്തിക്കണമേ ദൈവം. സ്നേഹമാണ് ദൈവം. ഇങ്ങടെ സ്വഭാവമാണെങ്കിലും ബുദ്ധി എന്റെയാ. സ്നേഹമാണ് ദൈവം. അയ്യോ ദൈവമേ, 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 ദൈവമേ. അയ്യോ ദൈവമേ, ദൈവമേ. ഇവനൊക്കെ എന്തിനാ സ്കൂളിൽ വരുന്നത്? റിവഞ്ച് എടുക്കാനാ? ഒരാൾ പെൻസിൽ വെച്ച് കുത്തുന്നു, പകരം വിട്ടാ മറ്റേ ആൾ സൈക്കിളിൽ നിന്ന് തള്ളിയിടുന്നു. ഇവനൊന്നും സ്റ്റുഡൻസ് അല്ല, ടെററിസ്റ്റ്, തീവ്രവാദികൾ. ഡെസിമൽ ഇത് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എപ്പോഴും റയന്റെ ഭാഗത്താ കുഴപ്പം. പക്ഷെ ഇന്ന് ഡെസിമൽ ചെയ്ത് കുറച്ച് കൂടിപ്പോയി. തൽക്കാലം ഞാൻ വിടുന്നു. പൊയ്ക്കോ. ഇനി ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വേറെ സ്കൂൾ കണ്ടുപിടിച്ചോണം. അതെ, ഒന്ന് നിന്നേ. പപ്പൻ സാറും നിന്നേ. ഒരു കാര്യം പറയാനുണ്ട്. എന്താ ഇങ്ങനെ? ഇതിപ്പോ എത്രയാ കംപ്ലൈന്റ് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന്? എല്ലാം മന്ദമതികളാ? ഞാൻ വിചാരിച്ച പോലെയല്ല നിങ്ങളെ മകൻ. ഹി ഈസ് വെരി ബ്രില്യന്റ്. നീ ഇന്നലെ എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചില്ലേ? ഈ വരം മായ്ക്കാതെ എങ്ങനെ ചെറുതാക്കണമെന്ന്. ഇപ്പ ചെറുതായ പക്ഷെ ബുദ്ധി പണം പോലെയാണ്. അത് നല്ലതിന് ഉപയോഗിക്കാം, നല്ല അല്ലാത്തതിന് ഉപയോഗിക്കാം. അവനൊരുത്തിന് വഴിതെറ്റി പോകുന്നതിന് നിങ്ങളൊരാൾ മാത്രമായിരിക്കും കാരണക്കാരൻ. അല്ലെങ്കിലേ ഞാൻ തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കംപ്ലൈന്റ്. പവിത്രന്റെയും മറ്റും കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. താൻ ടെമ്പററി ആണ്. ഇനി എന്തെങ്കിലുമൊക്കെ അലിഗേഷൻസ് ഉണ്ടായാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോറി സാർ. ഒന്നുമില്ല. നീ ഇതൊക്കെ എവിടെ നിന്നാ സംഘടിപ്പിച്ചേ? രാവിലെ അമ്മയെ സോപ്പിട്ടു. ഏതാ ഡോക്ടറെ? നീ അവരോട് എന്നാ പറഞ്ഞു? ഫാൻസി ഡ്രസ്. എൻ്റെ കർത്താവേ, നീ എവിടെ നിന്നാ ഇത്ര കള്ളത്തരമൊക്കെ പഠിച്ചേ? അപ്പൻ്റെ കീറി വെച്ചത് തുടങ്ങിയാണ്. കയറി വണ്ടിയിൽ. അപ്പൻ്റെ കയ്യിൽ നിന്ന്. എല്ലാവർക്കും സാറിനെ കുറിച്ച് നല്ല മതിപ്പാ. അപ്പനത് ഉമ്മച്ചിയോട് പറയണ്ട. ഓക്കെ ഓക്കെ. മുഖ്യമന്ത്രിക്ക് വധഭീഷണിയുമായി അജ്ഞാതന്റെ ഫോൺ കോൾ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുവെങ്കിലും മൊബൈൽ ഫോണിന്റെ ഉടമസ്ഥനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കോട്ടയം ഭാഗത്തു നിന്നുള്ള തന്നെ വിവാദം ഉയർന്നിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് ഹർത്താലും മാങ്ങാത്തോലും ഒന്നും കാണൂല. എടാ പച്ചക്കറി ഉമ്മ എന്നിട്ട് പോടാ. എത്ര കൊണ്ടാലും പഠിക്കാത്ത കഴുത, നിന്നെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നാളെ അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് ഹോംവർക്ക് ചെയ്ത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് എന്നെ കാണിച്ചില്ലെങ്കിൽ അസംബ്ലി വെച്ച് ഞാൻ അനൗൺസ് ചെയ്യും ഈ സ്കൂളിലെ ഏറ്റവും വലിയ ഇഡിയറ്റ് റായനാണെന്ന്. എവിടെ കൊണ്ടുവരും? എവിടെ കൊണ്ടുവരും? സ്റ്റാഫ് റൂമിൽ കൊണ്ടുവരും. സ്റ്റാഫ് റൂമിൽ കൊണ്ടുവരും. Get lost you, idiot. All of you, look here.
എവിടെ നോക്കിയാണ് സൈക്കിൾ ഓടിക്കുന്നത്? എന്നാ താടു നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ എങ്ങനെ? നമ്മൾ വളർന്നു വന്ന പോലൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേര്. അവർ ജനിക്കുമ്പോൾ തന്നെ ജോൺസൺ ആൻഡ് ജോൺസന്റെ തൊട്ടിലേക്ക് കിടന്ന് ചന്ദ്രയാത്രയെ കുറിച്ച് സ്വപ്നം കാണുന്ന ടീമുകളാ. എപ്പോഴാ എന്താ പറയാൻ ദൈവം തമ്പുരാന് പോലും അറിയാൻ പറ്റില്ല.